പഴയ മൂന്നാർ ആലുവ രാജപാത പുനർഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു ജനകീയ മുന്നേറ്റ ധർണ ഇവിടെ കോതമംഗലത്ത് നടക്കുകയാണ്. കുറേ നാളുകളായിട്ട് തന്നെ കോതമംഗല രൂപതയും ഇതേ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമരരംഗത്തുണ്ട്. ഇന്ന് എന്നോടൊപ്പം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് ചേരുകയാണ്. പിതാവെ, എന്തെല്ലാമാണ് ഇത്തരത്തിലൊരു ആലുവ മൂന്നാർ രാജപാത വീണ്ടും ഗതാഗത യോഗ്യമാക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഈ ഒരു കേരളത്തിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു നാടിന് വലിയൊരു ഗുണകരമാകുന്നത്? ആലുവ മൂന്നാർ രാജപാത പഴക്കം ചെന്ന ഒരു പാതയാണ്. ഏതാണ്ട് 100-150 വർഷത്തോളം പഴക്കമുള്ള ഒരു പാതയാണിത്. ഇത് ഇടക്കാലത്ത് 1924 ഒരു വെള്ളപ്പൊക്കം വന്ന് കുറച്ച് ഭാഗം അത് ഇടിഞ്ഞു പോയിരുന്നു. അതിനുശേഷം അത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ കിടക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ 1932 ഇപ്പോഴുള്ള നാഷണൽ ഹൈവേ 85 എന്ന് പറയുന്ന ആ റോഡ് നേര്യമംഗലം കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയ രാജപാതയുടെ പ്രത്യേകത അത് വലിയ കയറ്റിറക്കമില്ലാതെ അതേസമയം ദൂരം വളരെ കുറവ് ഉള്ള ഒരു വഴിയാണത്. ഈ വഴി വാസ്തവം പറഞ്ഞാൽ ഇത് ഇപ്പോഴത് വനം വകുപ്പുകാർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി അത് അവകാശപ്പെട്ടത് PWD പൊതുമരാമത്തിൻ്റെ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ സ്ഥലമാണത്. അതിന് രേഖകൾ പറയാനുള്ളത് രാജഭരണകാലത്ത് ഈ വഴി വലിയ ഒരു രാജപാതയായിട്ട് തുടങ്ങിയത് ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ പിന്നീട് അത് കാലാന്തരത്തിൽ ഈ കാലാവസ്ഥയുടെ പ്രാതികൂല്യം മൂലം അത് ഉപയോഗശൂന്യമായി ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നു. പിന്നെ കുറച്ച് നാൾ വെറുതെ കിടന്നു. ആ കാലഘട്ടത്തിൽ അതിനെ മെയിൻ്റനൻസ് നടത്താൻ സാധിക്കാതെ വന്നതുകൊണ്ട് പിന്നീടത് ഒരു അവഗണിക്കപ്പെട്ട രീതിയിൽ പോയി. എന്നാൽ 1919 തിരുവിതാംകൂർ സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ സ്ഥലം അല്ലെങ്കിൽ ഈ പാത കടന്നു പോകുന്ന സ്ഥലം മുഴുവൻ റിസർവ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് അല്ല എന്നുള്ളത് പ്രഖ്യാപനത്തിലൂടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ സർക്കാർ സ്റ്റേറ്റ് ഹൈവേ 16 എന്ന് അതിന് നാമകരണം ചെയ്ത് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളതാണ്. 2009 കേരള സർക്കാർ മേജർ ഡിസ്ട്രിക്ട് റോഡായിട്ട് ഇത് വിജ്ഞാപനം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ വനംവകുപ്പിന് ഇതിനകത്ത് യാതൊരു അവകാശവും അധികാരവും ഇല്ല. പക്ഷേ അനധികൃതമായിട്ട് അവർ കൈവശം വെച്ചിരിക്കുകയാണെന്നുള്ള പ്രശ്നം. പിന്നെ ഈ കുറേ നാൾ മുമ്പ് 3-4 മാസമേ ആയിട്ടുള്ളൂ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതിക്ക് വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിൽ ഇത് രാജപാത വനമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ പാത കടന്നു പോകുന്ന സ്ഥലം റവന്യൂ ഭൂമി തന്നെയാണ്. അത് അവർ ക്ലെയിം ചെയ്യുകയും അനധികൃതമായിട്ട് വനം വകുപ്പ് അത് കൈവശം വെച്ചിരിക്കുന്നത് മാറ്റുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ രാജപാത തുറന്നാൽ അതുകൊണ്ടുള്ള മെച്ചം അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ രാജപാത കൊച്ചി മൂന്നാർ യാത്രാ ദൂരം ഒരു സൈഡിലേക്ക് തന്നെ 20 കിലോമീറ്റർ കുറയും. തന്നെയുമല്ല വളവും തിരിവും കയറ്റവും കുറഞ്ഞ ഒരു വഴിയാണിത്. അപ്പം അതുകൊണ്ട് വണ്ടിക്ക് സൗകര്യമുണ്ട്, ആൾക്കാർക്കും സൗകര്യമുണ്ടത്. പിന്നെ ടൂറിസം മേഖലയുടെ വികസനത്തിന് ഏറ്റവും ഉപകരിക്കുന്ന റോഡാണിത്. കാരണം ഇവിടെ കോതമംഗലത്ത് വന്നിട്ട് എറണാകുളത്തു നിന്നോ തൃശ്ശൂരിൽ നിന്നോ കോതമംഗലത്ത് വന്നിട്ട് ഈ പുയ്യൻകുട്ടി കൂടി ഈ രാജപാതയിലോട്ട് പോവുകയാണെങ്കിൽ മൂന്നാറ്റിൽ 20 കിലോമീറ്റർ ലാഭം ഉണ്ടെന്ന് മാത്രമല്ല നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പോകാൻ സാധിക്കും. തിരികെ അവർക്ക് നേര്യമംഗലം കൂടിയുള്ള വഴിക്കണം. അപ്പോൾ ഒരു വൺ വേ ട്രിപ്പ് പോലെ. അപ്പോൾ അത് വളരെ ഈ ടൂറിസം വളരെയേറെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. ഇനി ഇവർ പറയുന്നത് ഇത് വനഭൂമിയാണെന്ന് പറയുന്നു. വനഭൂമി അല്ല എന്നുള്ള തെളിവുണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയാൽ ടൂറിസ്റ്റുകൾക്ക് വളരെ ഉപകാരം ഉണ്ടാകും. കൂടാതെ ഈ വഴി കടന്നു പോകുന്നതിൻ്റെ അടുത്ത് തന്നെ 10 കുടികളുണ്ട്. അതായത് എല്ലാം ഇങ്ങനെ തന്നെ ഈ ആദിവാസി കുടികളാണ്. അവർക്കിപ്പോൾ യാത്ര ചെയ്യാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ ഇത് വരുവാണെങ്കിൽ വളരെ സൗകര്യമായിട്ട് ഇവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും.
കൂടാതെ കേരളത്തിലെ ഒരു സമ്പൂർണ്ണ ഗോത്രവർഗ പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി. അവിടെ 26ഓളം കുടികളുണ്ട്. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകുന്നതിന് മൂന്നാറ്റിൽ നിന്നും 40 കിലോമീറ്റർ യാത്ര ചെയ്യണം. പക്ഷേ ഈ വഴി വരികയാണെങ്കിൽ ഈ വഴിയുടെ അടുത്തുനിന്ന് മാങ്കുളത്തേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ. ആനക്കുളത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം 40 കിലോമീറ്ററിന് പകരം 9 കിലോമീറ്റർ കൊണ്ട് ഈ 26 കുടികളിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒത്തിരിയേറെ ഇത് വന്നു കഴിഞ്ഞാൽ ഒത്തിരിയേറെ ആളുകൾക്ക് ഉപകാരം ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെൻറ്റുകൾ സാധാരണ രീതിയിൽ ഈ പുരോഗതി വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കേണ്ടതാണ്. എന്തുകൊണ്ട് തടസ്സം നിൽക്കുന്നു? എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ, ഈ ഉദ്യോഗസ്ഥന്മാരെ, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയക്കാർക്കും പേടിയാണ്, ഗവൺമെൻറ്റിനും പേടിയാണ്. കാരണം അവർക്ക് എന്തും ചെയ്യാം, ആരുടെയും പേര് കേസെടുക്കാം എന്നുള്ള നില വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു അറുതി വരുത്തണം. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിനും മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ഈ കാര്യം തീരുമാനമുണ്ടാക്കുകയും ജനങ്ങൾക്ക് ഈ രാജപാത തുറന്നു കൊടുത്തുകൊണ്ട് നാടിൻ്റെ പുരോഗതിക്ക്, ഈ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ പുരോഗതിക്ക് ആക്കം കൂട്ടുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്. അത് തുറന്നു തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് സഭയുടെ മാത്രമല്ല, ഈ സാധാരണ ജനങ്ങളുടെ, അതായത് ആദിവാസി ജനങ്ങളുടെയും അതുപോലെ തന്നെ കർഷകരുടെയൊക്കെ ഒരാവശ്യമാണിത്. ഇത് വലിയ ജന്മിമാർക്ക് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റിസോർട്ടുകാർക്ക് വേണ്ടിയൊന്നുമല്ല. അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. റിസോർട്ടുകാർക്ക് വേണ്ടിയൊന്നുമല്ല. ഇത് നമുക്ക് സാധാരണ മനുഷ്യർക്കും അതുപോലെ ഗോത്രവർക്കാർക്കൊക്കെ വളരെ ഉപകാരം ഉണ്ടാകുന്ന ഒരു പാതയാണ്. അതാണ് നമ്മുടെ ആവശ്യം. ഈ വിഷയത്തിൽ ഇതിനു മുമ്പും കോതമംഗലം രൂപതയും അഭിനന്ദ പിതാക്കന്മാരൊക്കെ സമരത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ സമര സമയങ്ങളിലെല്ലാം സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു ഈ വിഷയത്തിൽ? ആദ്യ ഒരു പ്രാവശ്യം അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവ് ഈ രാജപാതയിലൂടെ കുറച്ചു നേരം സഞ്ചരിച്ചു. കാരണം പറയുന്നത്, ഒരു 10-15 വർഷം മുമ്പ് പിതാവ് അതിലെ വണ്ടിക്ക് പോയിട്ടുള്ളതാണ്, പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അന്ന് ഫോറസ്റ്റുകാർ ഇതൊന്നും അടച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ഇവർ തന്ത്രപൂർവ്വം കുറേശ്ശെ ഇത് അടച്ച് ഇപ്പം പൂർണ്ണമായിട്ട് അടച്ചിരിക്കുകയാണ്. തന്നെയല്ല, അന്നൊക്കെ ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അതുപോലെ തന്നെ ഭരണത്തിലുള്ളവരൊക്കെ സംസാരിച്ചിരുന്നു. അവർ തങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യേണ്ടതാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അധികം താമസിക്കുക ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും നടത്തി കാണില്ല ഇതുവരെ.